പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമബത്ത DA, DR കുടിശ്ശികയും ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി. പോലീസ് പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നമ്മൾ ഈ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ ഒരു നടപ്പാക്കുന്ന ഒരു ഏജൻസിയാണ്. നമ്മൾ സപ്പോസ് ICNGS ഗവൺമെന്റാണ്. അപ്പൊ അങ്ങനെയുള്ള സംഘടനയിൽ വർക്ക് ചെയ്ത ആൾക്കാർ റിട്ടയർ ആയതിനു ശേഷം അവരോട് ഗവൺമെന്റ് കാണിക്കുന്ന ചില ന്യായമല്ലാത്ത കാര്യങ്ങളെന്ന് പറയാം. അപ്പൊ അതിനെതിരായിട്ട് പ്രതികരിക്കാനാണ് എല്ലാ ജില്ലകളിലും ഇതുപോലെ ധർണകൾ. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലകൾ തോറും നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 3-ന് കോഴിക്കോട് കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. MK രാഘവൻ MP പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ട്രെയിനിങ് പീരീഡ് സർവീസായി കണക്കാക്കി 2010 മാർച്ച് 31 വരെയുള്ളവർക്ക് കോടതി വിധി പ്രകാരമുള്ള ആനുകൂല്യം അനുവദിക്കുക. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി നടപ്പിലാക്കിയ മെഡിസിപ്പ് പദ്ധതി പെൻഷൻകാർക്കും ജീവനക്കാർക്കും ഉപയോഗപ്രദമായ രീതിയിൽ നടപ്പിലാക്കുക. 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന 12ാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക. കേരള പോലീസ് ആക്ട് 104 വകുപ്പ് പ്രകാരമുള്ള അവകാശങ്ങളും സംരക്ഷണവും പോലീസ് പെൻഷൻകാർക്കുള്ള ക്ഷേമകാര്യങ്ങളും നടപ്പിലാക്കുക. അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്ന അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘടനാ പ്രസിഡന്റ് TK രാജ്മോഹൻ IPS റിട്ടയർഡ്, CP ലോഹിതാക്ഷൻ, P മുരളീധരൻ, P രാജൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായി ചേമഞ്ചേരി വലിയ